നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ആചാര്യന്മാർ ആരാണ്? ഋഷിമാരുടെയും മുനിമാരുടെയും വാക്യങ്ങൾ പഠിച്ച് കാലത്തിനനുസരിച്ച് ജീവിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നവരാണ് ആചാര്യന്മാർ. ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കുന്നവരും ആരാധന, പൂജ എന്നിവയിലൂടെ മോക്ഷം പ്രാപിക്കുന്നവരുമാണിവർ. ശങ്കരാചാര്യരും മറ്റും ഈ ഗണത്തിൽ പെടുന്നു. മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ വരാഹം, നരസിംഹം, രാമൻ, കൃഷ്ണൻ എന്നിവരുടെ അമ്പലങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കാണാം. കുറച്ച് സ്ഥലങ്ങളിൽ വാമനക്ഷേത്രം, പരശുരാമക്ഷേത്രം എന്നിവയും കാണാം. എന്നാൽ മറ്റവതാരങ്ങളുടെ ക്ഷേത്രങ്ങൾ തീരെയില്ല എന്ന് തന്നെ പറയാം. ചില വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഉപപ്രതിഷ്ഠ എന്ന നിലയിൽ ഇവ കണ്ടുവരുന്നു. ഇനി നമുക്കൊരു ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാം ദീപാരാധന കാഴ്ചയ്ക്കായി. കേശവായ അംഗുഷ്ടാഭ്യാം നമഃ, നാരായണായ തർജനീഭ്യാം നമഃ, മാധവായ മധ്യമാഭ്യാം നമഃ, ഗോവിന്ദായ അനാമികാഭ്യാം നമഃ. ഭക്തകവിയും ജ്ഞാനിയുമായ വില്ലുമംഗലം സ്വാമിയാരും അനന്തപുരിയുമായി അഭേദ്യബന്ധമുണ്ട്. അതിലേറ്റവും പ്രധാനം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. വില്ലുമംഗലം സ്വാമിയാർ ഭഗവാനെ ധ്യാനിച്ച് തപസ് ചെയ്ത് ഒടുവിൽ സമാധിയായതും അനന്തപുരിയിലെന്നാണ് വിശ്വാസം. ത്രിവിക്രമായ ഹൃദയായ നമഃ, വാമനായ ശിരസേ സ്വാഹ, ശ്രീധരായ ശിഖായൈവ ഷഡ്, ഹൃഷീകേശായ കവചായ ഹും. വില്ലുമംഗലം സ്വാമിയാരുടെ നാമത്തിൽ ഒരു ക്ഷേത്രം അനന്തപുരിയുടെ ആത്മീയ ചൈതന്യമായി നിലനിൽക്കുന്നു. അതാണ് അനവധി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വില്ലുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടയിൽ നിന്ന് 300 മീറ്റർ മുന്നോട്ട് നടന്നാൽ പുരാതനമായൊരു ക്ഷേത്രം കാണാം. മിത്രാനന്തപുരം ക്ഷേത്രമാണത്. അതിനു പിറകിൽ വലിയൊരു തീർത്ഥക്കുളം കാണാം. ബ്രഹ്മതീർത്ഥം എന്നാണ് ഈ കുളം അറിയപ്പെടുന്നത്. ബ്രഹ്മകുളത്തിന്റെ വലതുവശത്തേക്ക് തിരിഞ്ഞാൽ നടുവിൽ മഠത്തിലെത്താം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാർ താമസിക്കുന്ന മഠമാണിത്. ഈ മഠത്തിന് തൊട്ടരികിലാണ് വില്ലുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കൃഷ്ണ ഉത്തരത പാതു ശ്രീശോ വിഷ്ണുശ്ച സർവത, ഊർധ്വമാനന്ദകൃത് പാതു അധസ്താശ്ചാർംഗഭൃത് സദാ പാദൗ പാദു. മഠത്തിലെ തേവരപുര പിന്നീട് ക്ഷേത്രമായി മാറി എന്നും പറയപ്പെടുന്നു. ശാന്തമായ അന്തരീക്ഷത്തിൽ സാധാരണമായൊരു ക്ഷേത്രമാണ് വില്ലുമംഗലം സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. വില്ലുമംഗലം സ്വാമിയാരുടെ സമാധസ്ഥലി എന്നും ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നു. ശ്രീ പത്മനാഭസ്വാമിയെ ആദ്യമായി ദർശിച്ചതും പൂജിച്ചതും ഇന്ന് കാണുന്ന രീതിയിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടതായ ഏർപ്പാട് ചെയ്തതും വില്ലുമംഗലം സ്വാമിയാരാണ്. വില്ലുമംഗലമാണ് ആദ്യമായിട്ട് അവിടെ നിവേദ്യം നടത്തിയത് ഭഗവാൻ. വില്ലുമംഗലം അവിടെ ക്ഷേത്രങ്ങൾ പണിയാനുള്ള ഏർപ്പാടും പൂജയ്ക്കുള്ള ആളുകളെ എല്ലാം ഏർപ്പാട് ചെയ്തു തന്നെ വില്ലുമംഗലം. അദ്ദേഹം എന്നും പുഷ്പാഞ്ജലിയൊക്കെ ചെയ്തുകൊണ്ട് പൂജിച്ചുകൊണ്ട് അദ്ദേഹം താമസിച്ച സ്ഥലമാണ് ഈ മിത്രാനന്തപുരത്തുള്ള ഈ തീർത്ഥത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മഠം വില്ലുമംഗലം താമസിച്ചത്. പിന്നെ അദ്ദേഹം ശിഷ്യന്മാരെ അതൊക്കെ ഏൽപ്പിച്ച് 38ാമത്തെ വയസ്സിൽ അദ്ദേഹം സമാധിയായി. ആ സമാധി സ്ഥലത്താണ് ഇന്ന് കാണുന്ന ഈ വില്ലുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അദ്ദേഹം പൂജിച്ചേർന്ന വിഗ്രഹമാണ് അവിടെ പ്രതിഷ്ഠിച്ചേക്കുന്നത്. അദ്ദേഹം പൂജിച്ചേർന്ന സാളഗ്രാമങ്ങൾ ഇന്ന് പൂജയ്ക്കായിട്ട് ഇവിടെ ഉപയോഗിക്കണം. അതേ തുടർന്ന്
ഇന്നും നമ്പിമാരായി അവരോധിക്കുന്നത് പ്രധാനമായും വില്ലുമംഗലം പരമ്പരയിലെ തൃശൂർ നടുവിൽ മഠത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാരാണ്. ശ്രീപത്മനാഭസ്വാമിയെ പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ടിരുന്ന വില്ലുമംഗലം സ്വാമിയാരുടെ പ്രതിമ ശ്രീകോവിലിനുള്ളിൽ ഭഗവാന്റെ മുൻപിലായി ഇപ്പോഴും ഭക്തർക്ക് കാണാൻ കഴിയും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ ഭഗവാനെ അവിടെ പ്രതിഷ്ഠിച്ച് ഈ സ്വാമിയാരുടെ സ്ഥാനം കൂടിയിൽ ഒന്ന് കണ്ട് വന്ദിക്കലാണ് അപ്പോഴേ ദർശനം പൂർണ്ണമാവുള്ളൂ എന്ന് ഭക്തന്മാർ ഐതിഹാസികന്മാർ പറഞ്ഞു വരും. ശ്രീകോവിലിൻ്റെ ഉള്ളിൽ 2 വിഗ്രഹങ്ങളുണ്ട്, 2 ഋഷിമാരുടെ. അതിലവിടെ ദർശനത്തിനായിട്ട് പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാർ ദിവാകര മുനി, കൗണ്ഡിന്യ മുനി എന്നൊക്കെ പരിചയപ്പെടുത്തും. അതിൽ ഈ ദിവാകര മുനി എന്ന് പറയുന്നത് വില്ലുമംഗലത്ത് സ്വാമിയാരാണ്. വില്ലുമംഗലത്ത് സ്വാമിയാറിനാണ് അത് പരിചയപ്പെടുത്തേണ്ടത്. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. ദിവാകര മുനി എന്ന് പറഞ്ഞാൽ ഏതോ ഒരു മുനി എന്നേ ഓർക്കുള്ളൂ. ദിവാകരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വില്ലുമംഗലത്തിൻ്റെ ദിവാകര ഭാരതി. ഓരോ ആശ്രമത്തിനും ഓരോ പ്രത്യേകം പേരുണ്ട്. അപ്പോൾ ഭാരതി എന്നാണ് എല്ലാവരെയും ആ പേരിൻ്റെ കൂടെ ഭാരതി എന്നുള്ള ആ സ്ഥാനപ്പേരും കൂടി ഉണ്ടാവും. അവിനയമപനയ വിഷ്ണു ദമയ മനഃശമയ വിഷയ മൃഗതൃഷ്ണാം ഭൂതദയാം വിസ്താരയ താരയ സംസാരസാഗരത. വില്ലുമംഗലം സ്വാമിയാർ പുഷ്പാഞ്ജലി ചുമതല ശിഷ്യരെ ഏൽപ്പിച്ച് 38-ാം വയസ്സിൽ ഒരു വൈശാഖ ശുക്ലപക്ഷ പൗർണമി ദിവസം സമാധിയായി എന്നാണ് വിശ്വാസം. ആ മഹാത്മാവിനെ സമാധിയിരുത്തിയ പരിപാവനവും ചൈതന്യവത്തുമായ സ്ഥലത്താണ് വില്ലുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 38-ാമത്തെ വയസ്സിൽ അദ്ദേഹം സമാധിയായി. ആ സമാധി സ്ഥലത്താണ് ഇന്ന് കാണുന്ന ഈ വില്ലുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അദ്ദേഹം പൂജിച്ചേർന്ന വിഗ്രഹമാണ് അവിടെ പ്രതിഷ്ഠിച്ചേക്കുന്നത്. സമാധി ക്ഷേത്രം കണ്ടാൽ അറിയാം, ഇവിടെ ബലിക്കല്ല് ഒന്നുമില്ല. സമാധി ക്ഷേത്രമാകുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം പൂജിച്ചേർന്ന വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചു. അത് കാരണം അതിനനുസരിച്ചിട്ടുള്ള ആ ശ്രീകോവിലും മുഖമണ്ഡപവും ചുറ്റമ്പലം എല്ലാം ഉള്ളതായി തീർന്നു. ഈ തപോഭൂമി, ആ വില്ലുമംഗലത്തിൻ്റെ ഈ തപോഭൂമിയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യം പരിപൂർണമായിട്ടുള്ള ഇവിടെ വന്ന് എത്രയോ ഭക്തജനങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് അധികമായിട്ട് വന്ന്, പണ്ട് പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഒരു 50 വർഷത്തോളം ആവണേ ഉള്ളൂ പൊതു ജനങ്ങൾക്ക് പ്രവേശനം തന്നിട്ട്. ഉദ്ധൃതനഗനഗഭിധനുജധനുകുലാമിത്ര മിത്ര ശശി ദൃഷ്ടേ ദൃഷ്ടേ ഭവതി പ്രഭവതി ന ഭവതി കിം ഭവതിരസ്കാര. തേവാരപ്പുര ക്ഷേത്രമായതിന്റെ എല്ലാ പ്രത്യേകതകളും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ നമസ്കാര മണ്ഡപമാണ് വില്ലുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ. അധിക ശില്പങ്ങളോ അലങ്കാരങ്ങളോ ഇവിടെയില്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. കെട്ടിലും മട്ടിലും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും നിർമ്മാണ രീതി വളരെ ലാളിത്യം നിറഞ്ഞതുമാണ്. പട്ടശ്രീകോവിലിൽ ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണ് പ്രധാന പ്രതിഷ്ഠ. പ്രതിഷ്ഠയ്ക്ക് നേരെ മുന്നിലുള്ള ഗരുഡ സാന്നിധ്യത്തിനും സവിശേഷമായ പ്രാധാന്യമുണ്ട്. പക്ഷിരാജാവിനെ പൂർണ്ണമായും പക്ഷിരൂപത്തിൽ തന്നെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നാരായണ കരുണാമയ ശരണം കരവാണി താവകൗ ചരണൗ ഇതി ഷഡ്പദി മദീയേ. വില്ലുമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനമായ പ്രതിഷ്ഠ രാധാകൃഷ്ണ വിഗ്രഹങ്ങളാണ്. രാധാകൃഷ്ണ വിഗ്രഹ പ്രതിഷ്ഠ കേരളത്തിൽ അപൂർവമാണ്. ഈ വിഗ്രഹങ്ങൾക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. ഓടക്കുഴൽ ഊതുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം വളരെ പഴക്കം ചെന്നതാണ്. വില്ലുമംഗലം സ്വാമിയാർ നിത്യവും പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഇതെന്ന് വിശ്വസിച്ചു പോരുന്നു. ശ്രീകൃഷ്ണസ്വാമിയുടെ തൊട്ടരികിലുള്ള രാധയുടെ സാന്നിധ്യത്തിന് അത്ര കാലപ്പഴക്കമില്ല. പിന്നീട് രാധാദേവിയുടെ ചൈതന്യം കൂടി ശ്രീകൃഷ്ണ സാന്നിധ്യത്തിൽ എത്തിക്കുകയായിരുന്നു അത്രേ. ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുതു വലം വച്ചു വരുമ്പോൾ
കന്നിക്കോണിൽ ഗണപതിയുടെ സാന്നിധ്യമാണ്. ഇവിടെ നിന്നും അല്പം മാറി ശാസ്താവിന്റെ പ്രതിഷ്ഠയുണ്ട്. ക്ഷേത്രത്തിന്റെ വടക്കുമാറി പടിഞ്ഞാറ് ദർശനമായാണ് ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടെ ദേവിക്ക് അറിവിന്റെയും കലയുടെയും പ്രതീകമായ സരസ്വതീഭാവമാണ്. രാധാകൃഷ്ണ സാന്നിധ്യത്തിൽ നിന്നും അല്പം മാറി ഒരു സിദ്ധന്റെ സമാധിസ്ഥാനവും ഇവിടെ കാണാം. പുഷ്പാഞ്ജലി സ്വാമിയാർക്ക് ഭിക്ഷ സമർപ്പണവും വച്ചു നമസ്കാരവും ഇവിടുത്തെ ഒരു വിശേഷ വഴിപാടാണ്. സകലവിധ പൂർവജന്മ ദുരിതങ്ങളും തീരുന്നതിനായി ദൂരദേശങ്ങളിൽ നിന്നും ജനങ്ങൾ ഇവിടെ വന്ന് സമർപ്പണം നടത്തി തൃപ്തരായി മടങ്ങുന്നു. കാര്യസിദ്ധിക്കായി ഭക്തജനങ്ങൾ ഒരു ദിവസത്തെ സമ്പൂർണ്ണ പൂജയും നടത്തിവരുന്നു. ആജീവനാന്ത പൂജയാണ് ഇവിടുത്തെ പ്രധാന മറ്റൊരു വഴിപാട്. ഭക്തന്റെ മരണം വരെ നക്ഷത്രം വരുന്ന ദിവസം നടത്തുന്ന ഈ പൂജ പ്രധാനമായും ആയുരാരോഗ്യ സൗഖ്യത്തിനുള്ള പ്രാർത്ഥന കൂടിയാണ്. ശ്രീ പത്മനാഭസ്വാമിയെ ദർശിച്ചതിന്റെ സമ്പൂർണ്ണ ഫലം ലഭിക്കണമെങ്കിൽ പത്മനാഭസ്വാമിയെ ആദ്യമായി പൂജിച്ച വില്ലുമംഗലം സ്വാമിയാരുടെ സമാധിക്ഷേത്രത്തിലും ദർശനം നടത്തണമെന്ന് പഴമക്കാർ ഇപ്പോഴും വിശ്വസിച്ചു പോരുന്നു. ഭക്തചിത്തവിഹായ രംഗേ നൃത്തമാടിയ താരമേ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ പാഹി വൃഷ്ണിവംശമരന്ദമേ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ പാഹി വൃഷ്ണിവംശമരന്ദമേ, വൃഷ്ണിവംശമരന്ദമേ, വൃഷ്ണിവംശമരന്ദമേ. ചോദ്യം ചെയ്യപ്പെടാത്ത ജീവിതം ജീവിക്കാൻ കൊള്ളില്ല എന്ന അഭിപ്രായക്കാരനായിരുന്നു സോക്രട്ടീസ്. നമ്മുടെ പ്രവൃത്തികൾ വിമർശിക്കപ്പെടണം, നമുക്ക് എതിർപ്പുകൾ ഉണ്ടാകണം, അത് നമ്മെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതിനാൽ എതിർക്കുന്നവരെ ശത്രുക്കളായി കാണാതെ അവർ പറയുന്നതിൽ കഴമ്പുണ്ടോ എന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.